ഹലോ, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നല്ലൊരു റെസിപ്പി തയ്യാറാക്കുകയാണ്. റംസാൻ സ്പെഷ്യലാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നോമ്പ് തുറ സമയത്ത് അത്യാവശ്യമായിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇവിടെ 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുക്കാം. നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 നാരങ്ങ പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അരപ്പെല്ലാം നല്ലതുപോലെ പുരട്ടിയതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു പാനിൽ എണ്ണ ഒഴിച്ച് തിളപ്പിച്ചെടുക്കാം. തിളച്ച എണ്ണയിലേക്ക് ഓരോ പീസായിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കാം. അരപ്പ് പുരട്ടിയ ചിക്കനാണ്. ഓരോന്നായിട്ടിട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതുപോലെ മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം. ഇവിടെയെല്ലാം ഞാൻ മുരിച്ചെടുക്കുന്നുണ്ട്. 2 പ്രാവശ്യമായിട്ടാണ് മുരിച്ചെടുക്കുന്നത്. ഇത് ഫ്രൈ ആയിട്ടും എടുക്കാം. കുറച്ച് മസാല ചേർത്ത് പൊടിക്ക് എടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നല്ലതുപോലെ ഇതുപോലെ മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് മാത്രമേ കോരിയെടുക്കാവൂ. നല്ലതുപോലെ മുരിഞ്ഞ് വന്നതിന് ശേഷം ഇത് കോരിയെടുക്കാവുന്നതാണ്. ഇതുപോലെ കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ പൊരിച്ചെടുക്കണം. ഇനി തണുക്കാൻ വേണ്ടി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇനി ഇത് തണുപ്പിച്ചെടുക്കാം. തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതെല്ലൊന്നും ഇല്ലാത്ത ചിക്കനാണ്. മാംസം മാത്രം എടുത്ത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ഈ ജാറിൽ തന്നെ നമുക്ക് അരപ്പ് സെറ്റ് ചെയ്യാം. അതിനു മുമ്പേ ഒരു കാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കാം. അതിൻ്റെ പകുതി എടുത്താൽ മതി. കാപ്സിക്കത്തിൻ്റെ ഒരു പകുതി മതി. ഇതുപോലെ ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വയ്ക്കാം. കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് 1 പിടി കൊച്ചുള്ളി തൊലിച്ച് കഴുകി ഇട്ട് കൊടുക്കാം. ആ ജാറിൽ തന്നെയാണ് ഞാൻ അരപ്പ് ശരിയാക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ പൊരിച്ച എണ്ണയിൽ തന്നെ ആ പാനിൽ തന്നെ നമുക്ക്
സെറ്റ് ചെയ്തെടുക്കാം. കുറച്ചെണ്ണ വെച്ചിരുന്നാൽ മതി, ബാക്കി എണ്ണ ഒഴിച്ച് മാറ്റാം. ഒഴിച്ച് മാറ്റിയതിന് ശേഷം അടുപ്പ് തീ ഓണാക്കി അതിലേക്ക് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലതുപോലെ വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കാപ്സിക്കം അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. കാപ്സിക്കം ഇട്ടതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് വേവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ബാക്കി വന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. അരച്ച് വെച്ചിരുന്ന അരപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് മിക്സിയുടെ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് തിളച്ച് വരുമ്പോഴത്തേക്ക് ചിക്കൻ പൊടിച്ചു വെച്ചിരുന്നത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ല മുരിഞ്ഞ് വരുന്നത് വരെ ഇളക്കി കൊണ്ടിരിക്കണം. ഇതിലേക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് മുരിയുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതിപ്പോൾ നല്ലൊരു ആയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫാക്കാവുന്നതാണ്. മസാല ശരിയായി കഴിഞ്ഞു. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കാം. അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഒരു ഗ്ലാസ് മൈദാമാവ് ഇട്ട് കൊടുക്കാം. കപ്പിലോ ഗ്ലാസ്സിലോ ഒരേ അളവിൽ ഇട്ട് കൊടുത്താൽ മതി. അതിലേക്ക് 1 ഗ്ലാസ് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. പശുവും പാൽ കാച്ചിയതാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 നുള്ള് ഉപ്പിട്ട് കൊടുക്കാം. 1 നുള്ള് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. 100 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് അളവിൽ വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ കൺസിസ്റ്റൻസിയിൽ തന്നെ അടിച്ചെടുക്കണം. കൂടുതൽ തിക്കാവാനും പാടില്ല, ലൂസാവാനും പാടില്ല. ഇനി പാൻ ചൂടാക്കാം. 1 സ്പൂൺ എണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചതിന് ശേഷം അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിലേക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മാവ് ഒഴിച്ച് കൊടുക്കാം. പകുതി ഒഴിച്ച് കൊടുത്താൽ മതി. അതിൻ്റെ മുകളിലായിട്ട് ചിക്കൻ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഫുള്ള് നിറച്ച് കൊടുക്കണം. ഇതുപോലെ കുറേശ്ശെയായിട്ട് പിച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും ലോ ഫ്ലെയിമിൽ ആയിരിക്കണം വെച്ചിരിക്കേണ്ടത്. ഇതൊന്ന് വെന്ത് വരുന്ന പരുവമാകുമ്പോഴത്തേക്കും ബാക്കിയുള്ള മാവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫുള്ളുമായിട്ടും ഫില്ല് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് മാവ് ഒഴിച്ചു കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലും ബാക്കി വന്ന ചിക്കൻ പൊടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ അടച്ചു വയ്ക്കാം. ഒന്ന് ചെറുതായിട്ട് വേവുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. നല്ല വേകുന്നതിന് മുമ്പേ അതിനകത്ത് മല്ലിയില ചേർത്ത് കൊടുക്കണം. കുറച്ച് നേരം വെന്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലതുപോലെ 1/4 പരുവമായിട്ടുണ്ട്. ഇതിലേക്ക് മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് ഇതുപോലെ അടച്ചു വയ്ക്കാം. ഏകദേശം 25-30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെന്ത് കിട്ടും. ലോ ഫ്ലെയിമിലായിരിക്കണം. ഇപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഞാനിതുപോലെ ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ടായിരുന്നു.
ഇരുമ്പച്ചട്ടി അടിയിൽ വെച്ചതിന് ശേഷം വെച്ചാൽ കരിയത്തില്ല. ഇപ്പോൾ വെന്തിറക്കിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ട് തട്ടി മാറ്റാം. ഇതുപോലെ മറിച്ചിട്ട് ഇനി ഇത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ചിക്കൻ പോള തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, എല്ലാവർക്കും എൻ്റെ താങ്ക്സ്.